ഇവിടെ നമ്മൾ വെറും 160 റുപ്പീസിന് 160 റുപ്യക്കാണ് കൊടുക്കുന്നത്. കണ്ടോ, ഒരാൾ പിടിച്ച് വലിച്ചാണ്ട് കണ്ടോ, ഒരാളിങ്ങനെ പിടിച്ച് വലിച്ചാലും ഒന്നും സംഭവിക്കില്ല, അത്രയും സ്ട്രോങ് ഫ്രെയിമാണ്. ഇതിൽ പോളറൈസ്ഡും വരുന്നുണ്ട്, പോളറൈസ്ഡ് അല്ലാത്തതും വരുന്നുണ്ട്. 350-400 റേഞ്ചിൽ വരും. മാക്സിമം നമുക്ക് ഒരു 300 റുപ്യക്ക് കൊടുക്കാൻ പറ്റും. ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൻ്റെ മുകളിലാണ്. ഇത് നമ്മളെ ഷബീർക്ക നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ അനിയനല്ലേ അല്ലേ, അനിയൻ്റെ കടയാണിത്. പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടാണ്. ഗൾഫിൽ 3-4 ഷോപ്പൊക്കെ ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ കോഴിക്കോട് ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിരിക്കുകയാണ്. കണ്ണടകൾ അല്ലേ. എന്താ പേര് പറഞ്ഞത്? ഇബിൻസീന. പേര് നോക്കിയില്ല. ഇബിൻസീന ഓഫീസ്. ഇത് അവിടെ ബഹ്റൈനിൽ ഞങ്ങളെ പേര് സെയിം നെയിം തന്നെയാണ്. അവിടെ തന്നെയാണ് ബ്രാഞ്ച്. ഇതിപ്പോ നമുക്ക് മെയിനായിട്ട് ഇവിടെ കണ്ണടകൾ, ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട് അല്ലേ. നമ്മൾ ഐ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും, അത് ഫ്രീ ആണ്, ടോട്ടലി ഫ്രീ ആണ്. പിന്നെ ഫിറ്റിംഗ് നമ്മൾക്ക് മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും, 10 മിനിറ്റിനുള്ളിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. പുതിയ മെഷീനറീസ് ഉണ്ട്, എല്ലാം ഓട്ടോമാറ്റിക് ഫിറ്റിംഗ് ആണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു കണ്ണടയിൽ. അപ്പൊ ഷബീർക്ക് എന്നോട് പറഞ്ഞു ഇവിടെ ഹോൾസെയിൽ ആണെന്ന് പറയുന്നത് അല്ലേ. ഫുള്ള് സംഭവം ഹോൾസെയിൽ ആയിട്ടാണ് കൊടുക്കുന്നത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിന് ഓരോന്നിനും പ്രൈസ് ഒക്കെ നോക്കാം, ജസ്റ്റ് എങ്ങനെയൊക്കെ ഉണ്ടെന്നല്ല ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം പുറമെയുള്ളതായിട്ട്. എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ അടുത്തൊരു കണ്ണട എൻ്റെ മാറ്റിയാണ്, പക്ഷേ അതിന് റേറ്റ് ക്യാഷ് അറിയാം. അപ്പോൾ നോക്കുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മൾ ഇപ്പോൾ ഏറ്റവും കുറവ് പ്രൈസ് വരുന്നത് ഇപ്പോൾ ഇതാണ്, എക്സ്പ്ലോർഡ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ആണ്. ഇത് നല്ല ക്വാളിറ്റിയാണ്, നല്ല ഹൈ ക്വാളിറ്റി മെറ്റലാണ് ഇത്. പിന്നെ നമ്മൾ മെയിൻലി ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ ഇത് കൊടുക്കാൻ പറ്റും. കാരണം ഇത് പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു പ്രൈസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ വെറും 160 റുപ്പീസിന് 160 റുപ്യക്കാണ് കൊടുക്കുന്നത്. 160. അതെ, ഫ്രെയിമാണ്. ഒരു നോർമൽ ലെൻസ് നമുക്ക് ഒരു മാക്സിമം ഒരു 150 രൂപ 200 രൂപ ആ റേഞ്ചിലേ വരുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഒരു 300 രൂപക്ക് ഒരു കണ്ണട കിട്ടും. മൊത്തമായിട്ട് ഫിറ്റിംഗും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഇനി അവർ കാഴ്ച വേണം ഫ്രീ ആയിട്ട് അതിൽ നമ്മൾ ടെസ്റ്റിങ്ങും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും. കുട്ടികളെ ഫ്രെയിം ഉണ്ട്. അതെ 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 കുട്ടികളെ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇപ്പം ഹൈ ക്വാളിറ്റി ഷെല്ലാണ് വരിക. അപ്പം ഇതിൽ തന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 180 ലെഗാണിത്. കാരണം അധികം എല്ലാ ഒരുവിധ കണ്ണടൻ്റെ ഒക്കെ വേഗം പൊട്ടിപ്പോവുക ഇതിന്റെ ഒരു കാലിന്റെ ഒരു ഭാഗത്താണ് വരിക. അപ്പോൾ അത് മാക്സിമം ഫ്ലെക്സിബിളാണ്. ഒന്ന് പിടിച്ചേ കണ്ടോ, ഒരാൾ പിടിച്ച് വലിച്ചാണ്ട് കണ്ടോ, ഒരാളിങ്ങനെ പിടിച്ച് വലിച്ചാലും ഒന്നും സംഭവിക്കില്ല, അത്രയും സ്ട്രോങ് ഫ്രെയിമാണ്. ബട്ട് ചീപ്പ് പ്രൈസ്, അതാണ് നമ്മളെ ഹൈലൈറ്റ്. ഇത് മാക്സിമം നമുക്ക് ഒരു 300 റുപ്യക്ക് കൊടുക്കാൻ പറ്റും. 300 റുപ്യക്ക് ഈ ഫ്രെയിം കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ സെന്റർ ലെഗ് മാത്രമല്ല ഹൈലൈറ്റ്, ഇതിന്റെ സെന്റർ പോർഷനും ഫ്ലെക്സിബിൾ ആണ്, നല്ല ക്വാളിറ്റിയാണ്. അതായത് ഇപ്പോൾ ചില ഫ്രെയിമൊക്കെ ഇവിടെ ഈ ഭാഗമൊക്കെ പൊട്ടിപ്പോവും, അതും കണ്ട ഈ ഫ്ലെക്സിബിലിറ്റി കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അത്രയും നല്ലൊരു ഹൈ ക്വാളിറ്റി ഷെല്ലാണ്. അതെ, ഇത് നമ്മൾ മെയിൻലി നമുക്ക് ഡയറക്റ്റ് നമ്മൾ ബഹ്റൈനിലേക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് ചൈനയിൽ നിന്ന് ഡയറക്റ്റ് വരികയാണ് സാധനം. അതാണ് നമുക്ക് റേറ്റ് കുറയാൻ തരാം. ഇതിന്റെ മീഡിയേറ്റർ ആയിട്ട് ഇവിടെ വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ചൈനയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്ര പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ കുട്ടികളുടെ എല്ലാം ഈ ഒരു മെറ്റീരിയലിലാണ് വരുന്നത്. ആ പ്രൈസിൽ തന്നെ വരുന്നത്. 300-350 പ്രൈസിലാണ് വരുന്നത്. അതെ 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 പല ഷേപ്പിലുണ്ട്. ഇത് നമുക്കൊരു എന്താ പറയാ, ഒരു എല്ലാവർക്കും ഒരുവിധം ആവറേജിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതായാലും ഹൈ ക്വാളിറ്റി ആണ്, ഇതിലും കംപ്ലീറ്റ് ഫ്ലെക്സിബിൾ മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇത് നമ്മൾ 400 റുപ്യക്കാണ് കൊടുക്കുന്നത്. 400 റുപ്യൊക്കെ കൊടുക്കുന്നത്. ഈ സൺഗ്ലാസസ് 2 തരം ഉണ്ട്. പിന്നെ ഇതിൽ പോളറൈസ്ഡും വരുന്നുണ്ട്, പോളറൈസ്ഡ് അല്ലാത്തതും വരുന്നുണ്ട്. അത് പിന്നെ പോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ
100% UV പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം സൺ ഗ്ലെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് കട്ടായി പോകും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകാൻ ചൂടുള്ള സമയമാണല്ലോ ഇപ്പോൾ നിങ്ങളൊരു ഹൈവേ കൂടെ ഒക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഈ സൂര്യൻ്റെ ലൈറ്റ് കൊണ്ട് അവിടെ ഒരു വെള്ളം പോലെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവും, നല്ല ഹെവി ചൂട് കാരണം. അപ്പോൾ അത് ഈ പോളറൈസ്ഡ് സൺഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി ക്ലിയർ HD വിഷൻ ആയിരിക്കും പോളറൈസ്ഡ് ഗ്ലാസ്സിൽ. ഇത് ഓൾമോസ്റ്റ് ഇത് എല്ലാ ഷോപ്പിലും എക്സ്പെൻസീവായ ഒരു സംഭവമാണ് ഈ പോളറൈസ്ഡ് എന്ന് പറഞ്ഞ സൺഗ്ലാസസ്. ഇവിടെ നമ്മൾ വെറും 500 രൂപക്കാണ് ഇത് കൊടുക്കുന്നത്. ഇത് പുറത്ത് ഏകദേശം ഇതിനൊരു 1800-2000 രൂപ വരും. അത്രയും വില വരുന്ന സാധനം നമുക്ക് ഇത് ഡയറക്റ്റ് നമ്മൾ ഇവിടേക്ക് ഇറക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൈസിന് ഇവിടെ കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രൈസ് കുറച്ച് കൊടുക്കുന്നത്. അതും ഹൈ ക്വാളിറ്റി സൺഗ്ലാസസ് ആണ്. ഇത് പോളറൈസ്ഡ് ആണെങ്കിൽ 500 ആവും. വിത്തൗട്ട് പോളറൈസ്ഡും ഉണ്ട്. പോളറൈസ്ഡ് അല്ലാത്ത സൺഗ്ലാസസ് ആണെങ്കിൽ ഒരു 350-400 റേഞ്ചിൽ വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റിയാണ്. ഇതൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, നല്ല ഹൈ മെറ്റീരിയൽ, നല്ല ക്വാളിറ്റിയാണ്. നല്ല ലാസ്റ്റ് 1 year വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് മാനുഫാക്ചറിങ്ങിൽ എന്ത് ഡിഫക്റ്റ് വന്നാലും നമ്മൾ 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പം ധൈര്യമായിട്ട് കൊണ്ടുപോവാം. ഷുവർ തീർച്ചയായും. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ 2 ടൈപ്പ് സൺഗ്ലാസ്. ഇത് പോളറൈസ്ഡ്, ഇത് പോളറൈസ്ഡ് വിത്തൗട്ട് പോളറൈസ്ഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു പറഞ്ഞ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UV ബ്ലോക്ക് ആണ്. അപ്പോൾ ഇതിൽ UV ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സൺലൈറ്റിൽ നിന്ന് വരുന്ന അൺവാണ്ടഡ് ആവശ്യമില്ലാത്ത സൂര്യൻ്റെ നമ്മളെ രശ്മികളൊന്നും കണ്ണിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോവില്ല. അപ്പോൾ അതായത് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ വിത്തൗട്ട് പോളറൈസ്ഡ് എന്ന് ചെക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഈ ബ്ലൂ ലൈറ്റ് ഇത് വെരി ഹാംഫുൾ ആയ ഒരു ലൈറ്റാണ്. ഇത് തന്നെ ഈ സൺഗ്ലാസ് വെക്കുമ്പോൾ ഇത് കാണാൻ പറ്റും, ആ ലൈറ്റ് ഇതിൽ കൂടെ പാസ്സാവുന്നത്. അപ്പോൾ ഇത്രയും എമൗണ്ട് ലൈറ്റ് ഈ സൺഗ്ലാസ് വെക്കുമ്പോൾ നമ്മളെ കണ്ണിലേക്ക് പാസ്സാവും. ഇതിൽ പോളറൈസ്ഡ് വെക്കുകയാണെങ്കിൽ ഇത് സെയിം ലൈറ്റ് ബ്ലോക്ക് ചെയ്തു. കണ്ടോ, ഫുൾ ബ്ലോക്ക് ചെയ്ത്. ഇതാണ് ഇതിൻ്റെ ഒരു UV പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ വർക്കൗട്ട് ആവുന്ന ഒരു സംഭവം. ഇത് നമുക്ക് നോർമൽ ഗ്ലാസ്സിൽ ചെയ്യാൻ പറ്റും. അതായത് പവർ ഗ്ലാസ് ഉള്ളതാണെങ്കിൽ പവറിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഫുൾ പ്രൊട്ടക്ഷൻ ഉള്ള ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ബ്ലൂ ലൈറ്റ് പാസ് ചെയ്യാത്ത ലെൻസ് നമുക്ക് പവർ ഗ്ലാസ്സിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഇതിൽ തന്നെ 2 ടൈപ്പ് ലെൻസ് ഉണ്ട്. അതിന് പറയാം ബ്ലൂ കട്ട് ലെൻസ് എന്നാണ് പറയാം. അപ്പോൾ ഈ ബ്ലൂ കട്ട് ലെൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതായത് ഒരു 300 രൂപ സ്റ്റാർട്ടിങ്ങിൽ വരുന്നതുകൊണ്ട് ഒരു 600-700 രൂപക്ക് സ്റ്റാർട്ടിങ് വരുന്നതുകൊണ്ട്. അത് രണ്ട് ക്വാളിറ്റിയാണ്. അതായത് ഇതിൻ്റെ ഒരു ആൻറ്റി റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞൊരു കോട്ടിങ് വരുന്നുണ്ട് ഈ ലെൻസിൻ്റെ മേലെ. അപ്പം അത് ഗ്രീൻ കളറിലും വരുന്നുണ്ട്, ബ്ലൂ കളറിലും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോട്ടിങ് ഡിഫറെൻറ്റ് വരുമ്പോഴാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് ഡിഫറെൻ്റ് അവിടെ വരുന്നത്. അപ്പം ഈ ബ്ലൂ കട്ട് ലെൻസ് ഇപ്പം അധികവും മൊബൈൽ ഉപയോഗിക്കുമ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ അവരൊക്കെ ഈ ബ്ലൂ കട്ട് ലെൻസ് 100% ഉപയോഗിക്കണം. കാരണം ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, കണ്ണിന് ചെറിയ ചൊറിച്ചിൽ, ഡ്രൈനെസ്, അങ്ങനത്തെ എല്ലാ പ്രോബ്ലംസും വരും. അതായത് ഈ മൊബൈലിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും വരുന്ന ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റാണ് കണ്ണിനെ എഫക്റ്റ് ചെയ്യുന്നത്. കണ്ണിൻ്റെ നെർവ്സിനും കോർണിയക്കും ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന ആ ഒരു ലൈറ്റാണ്. അപ്പോൾ ഈ ഒരു ലെൻസ് എന്ത് ചെയ്യും, ആ ഒരു ലൈറ്റിനെ കണ്ണിലേക്ക് കടത്തി വിടൂല. അതിനെ ഈ ലെൻസ് ബ്ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് തന്നെ വിടും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു 80-85% ആൾക്കാരും ഈ ഒരു ടൈപ്പ് ലെൻസാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്പെഷ്യലി കുട്ടികൾക്ക് തന്നെ ആയാലും, കുട്ടികളൊക്കെ ഇപ്പോൾ അധികം മൊബൈലിന് ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് മൊബൈലിൽ തന്നെയാണല്ലോ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇപ്പം ഇതാണ് മോസ്റ്റ് എന്താ പറയുക, നല്ല ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു ലെൻസ്. അതെ. പ്ലെയിൻ ഗ്ലാസ് ആയിട്ട് പവർ ഇല്ലാത്തവർക്കും നമ്മൾ 0 പവറിൽ ജസ്റ്റ് കമ്പ്യൂട്ടർ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിനാൽ വേറെ കണ്ണിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, പ്രോബ്ലം വരുന്നതിനെ തടയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക. കാരണം ഇപ്പോൾ ഇവിടുന്ന് അല്ലെങ്കിലും പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കണ്ണട ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ലെൻസ് ചോദിച്ചിട്ട് വാങ്ങാം. പുറത്ത് ഇതിന് ഓഫ്കോഴ്സ് ഇതിന് ഒരു 1500 മേലെ എന്തായാലും ഇതിന് പ്രൈസ് വരും. നമ്മളെടുത്ത് ആ ഒരു പ്രൈസ് നമ്മളെടുത്ത് 300 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂ കട്ട് ലെൻസ് 300 രൂപ മുതൽ കിട്ടും.
ഇത് ലെൻസ് മീറ്റർ എന്ന് പറയും, ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഒരു മെഷീനാണിത്. ഇതിൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലെൻസിൻ്റെ പവർ എത്രയാണെന്നുള്ളത് ഇതിൽ അറിയാൻ പറ്റും, തരാൻ പറ്റും. അതുപോലെ തരാൻ പറ്റും, തീർച്ചയായിട്ടും തരാൻ പറ്റും. അപ്പോൾ ആ ഒരു കണ്ണട നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ടെസ്റ്റിങ്ങിനൊന്നും വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ ഒരു ലെൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പ് ലെൻസാണ്, അത് എന്ത് ക്വാളിറ്റി ലെൻസാണ്, അതിൽ എത്രയാണോ പവർ ഉള്ളത്, അതൊക്കെ ഈ മെഷീൻ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ലെൻസ് ഓർഡർ ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു സെയിം ക്വാളിറ്റി ലെവലിലുള്ള ലെൻസ് നമുക്ക് ഓർഡർ ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർ അതേ ലെവലിൽ ഉപയോഗിച്ച് വരുന്ന ഒരാൾക്ക് അതേ സെയിം ക്വാളിറ്റി ലെവലിൽ തന്നെ ആ ലെൻസും പവറും എല്ലാം ഫിറ്റിങ്ങും അവരെ കണ്ണിൻ്റെ സെൻറ്ററും കാര്യങ്ങളൊക്കെ മെഷർമെൻ്റ് എല്ലാം നമുക്ക് ഈ ഒരു മെഷീനിൽ കിട്ടും. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു അഡ്വാൻസ്ഡ് മെഷീനാണിത്. ബ്ലൂ കട്ട് അറിയാൻ പറ്റും, ബ്ലൂ കട്ട് ഇതിൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഷുവർ 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 തീർച്ചയായിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫിയർ. അപ്പം ഇതിൽ നമ്മളിപ്പം ഫസ്റ്റ് പവർ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പവർ വെച്ച് നോക്കി ലെൻസ് വെച്ചാൽ മതി. -2 ഇതാണ് നിങ്ങളെ പവർ. -2 അല്ലേ? -2. അത് റൈറ്റും കിട്ടും ലെഫ്റ്റും കിട്ടും. അത് ലെഫ്റ്റിൽ ഒരു പവറും ഇല്ല, 0 പവറാണ്. അപ്പോൾ ഒരു കണ്ണിന് മാത്രമേ ഇപ്പോൾ നിങ്ങൾക്ക് പവറുള്ളൂ, പ്രശ്നമുള്ളൂ. അപ്പം അത് പവർ നമുക്ക് കിട്ടി. ബ്ലൂ കട്ടാണ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, UV ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഒരു പിങ്ക് കളർ കാണാം, ഒരു ബ്ലൂ കളറും കാണാം. ഈ പിങ്ക് കളറിനെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ UV ലൈറ്റ്, അതായത് സൺലൈറ്റ് എത്രത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ട് ഈ ലെൻസിൽ എന്നുള്ള അറിയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഇത് ബ്ലൂ ലൈറ്റ്. ഈ ബ്ലൂ ലൈറ്റാണ് നമ്മളെ പിന്നെ മൊബൈലിൽ നിന്ന് വരുന്ന ലൈറ്റ്, സ്ക്രീൻസ് വരുന്ന എല്ലാ ലൈറ്റും ഈ ബ്ലൂ ലൈറ്റാണ് നമുക്ക് കണ്ണിന് ബാധിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ കട്ട് ലെൻസ് ആണ് അല്ലേ, ലൈറ്റ് പാസ് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നെ. നോക്കാം, ഇതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു, സംഗതി കറക്റ്റായി. ഇപ്പൊ ഇതിൽ കണ്ടോ, ഇവിടെ റീഡിങ് കണ്ടോ, ഇപ്പൊ ഈ പിങ്ക് 0% ആയി. അതായത് 1% പോലും ഇതിൽ UV ലൈറ്റ് കടക്കൂല. അതുപോലെ തന്നെ ഈ 0% ബ്ലൂ ലൈറ്റും ആയി. അതായത് ഈ കമ്പ്യൂട്ടറിന് സ്ക്രീനിൽ നിന്ന് വരുന്ന ഒരു ഹാംഫുൾ ലൈറ്റും നിങ്ങളെ കണ്ണിലേക്ക് പാസ് ചെയ്യൂല. 1% ഇല്ലാത്തതൊന്നും കാണിച്ചു തരാം. നമ്മളൊരു നോർമൽ ലെൻസ്, നോർമലാണ്. ഇപ്പം ഇത് വെക്കുകയാണെങ്കിൽ ഇതിൽ കണ്ടോ, ഇതിൽ 100% സൺലൈറ്റ് കിടക്കും, 85%ഓളം ബ്ലൂ ലൈറ്റും കിടക്കും. അപ്പം ഇതിൽ ഒട്ടും പ്രൊട്ടക്ഷൻ ഇല്ല. 85% ലൈറ്റ് ഇതിലൂടെ പാസ് ചെയ്യും. പാസ് ചെയ്താൽ നമ്മൾ കണ്ണിൻ്റെ ഉള്ളിലെ നെർവ്സിനെ ബാധിക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് 0 ആവും, ഫുൾ 0. അതായത് 1% പോലും ലൈറ്റ് കടത്തി വിടൂല. എല്ലാവരും ബ്ലൂ കട്ട് വാങ്ങിക്കുക. നമ്മളെടുത്തു നിന്ന് അല്ലെങ്കിലും പുറത്ത് ഒരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ ബ്ലൂ കട്ട് ചോദിച്ച് വാങ്ങിക്കുക. ഇതാണ്. പിന്നെ അത് വാങ്ങിച്ച് കഴിഞ്ഞിട്ടും ഇത് തന്നെയാണ് അവർ തന്നെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. അപ്പം ഇത് കംപ്ലീറ്റ്ലി ഇതാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇതാണ് ഇപ്പം ഉപയോഗിക്കേണ്ട ഒരു ലെൻസ്. പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിൻ പ്രൈസ് തന്നെയാണ് ഏറ്റവും വലിയൊരു ഘടകം. പിന്നെ അതേപോലെ പ്രൈസ് കുറഞ്ഞതുകൊണ്ട് നമുക്ക് ക്വാളിറ്റി കുറവാന്നുള്ള ആ ഒരു ധാരണ ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അല്ലേ? അതെ അതെ അതെ. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ്. പുതിയ ബസ് സ്റ്റാൻഡിൽ നമ്മൾ മാവൂർ റോഡ് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ സിറ്റി ബസ് ഒക്കെ നിർത്തുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ, റൂം നമ്പർ 18. റൂം നമ്പർ 18.